വിചാരിച്ചു ഇതെന്താ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ഇവരുടെ ചാനലിലൊന്നും വീഡിയോസ് ഇടാത്തത്. നമ്മളൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ടാണ് ഇടുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് 1.5 മാസത്തോളമായി. ആഫ്റ്റർ മോണിറ്റൈസേഷൻ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷമാണെന്ന് മാത്രം. ശരിക്കും ഞാൻ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് എന്നെ പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ള 1-2 ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ്. അതിൽ ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് 7:30 എന്ന് പറഞ്ഞാൽ 7:30 വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആള് ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. ഒരു മാസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കുകയും ചെയ്തു. പക്ഷെ മോണിറ്റൈസ് ആയതിനു ശേഷം അവരുടെ ചാനലിൽ വിരലിലെണ്ണാവുന്ന വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ. മാസങ്ങൾക്കിപ്പുറം അതിനുശേഷമാണ് എൻ്റെ ചാനലൊക്കെ ഒന്ന് ക്ലിക്കായി തുടങ്ങിയതും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതും. അതുപോലെ തന്നെയാണ് മറ്റേ ആളുടെ കാര്യവും. ആൾക്ക് നല്ല സബ്സ്ക്രൈബർ ബേസ് ഉണ്ട്, കൂടാതെ വീഡിയോസ് കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ആളുമാണ്. പക്ഷെ ഈ 2 ക്രിയേറ്റേഴ്സിന്റെയും ചാനലിൽ അവരുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാനും വിചാരിച്ചു ഇതെന്താ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ഇവരുടെ ചാനലിലൊന്നും വീഡിയോസ് ഇടാത്തത്. നമ്മളൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ടാണ് ഇടുന്നത്. ഇവരൊക്കെ എഫേർട്ട് ഇട്ട് മോണിറ്റൈസ് ആയതിനു ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആവുക. അന്ന് ഞാനിത് ഒരുപാട് ചിന്തിച്ച കാര്യമാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ചാനലും മോണിറ്റൈസ് ആയി. ശരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരിക്കും പറഞ്ഞ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന സമയത്ത് വിചാരിച്ചു വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിറ്റേ മാസം തൊട്ട് ചടപടാ പൈസ കിട്ടി തുടങ്ങുമെന്നായിരുന്നേ. ആഫ്റ്റർ മോണിറ്റൈസേഷൻ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി 1.5 മാസം ആവുന്ന ഈ സമയത്ത് നമുക്ക് എന്ത് റവന്യൂ ആണ് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുള്ള 2 വീഡിയോസ് ഞാൻ കാണിക്കാം. ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോയും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂവിനെ കുറിച്ചുള്ള ധാരണ. ഈ വീഡിയോ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ്സും തമ്പനെയിൽ ക്രിയേഷനും സെറ്റിംഗ്സും പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യമാണ് പറയുന്നത്. ഇതൊന്നും അറിയാതെ നിങ്ങൾ യൂട്യൂബിൽ എഫേർട്ട് ഇടുന്നത് വെറുതെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. എൻ്റെ ഈ ചാനൽ ഒരുപാട് വ്യൂസ് ഒന്നും വന്ന് മറിയുന്ന ചാനലൊന്നുമല്ല. അപ്പൊ എനിക്ക് 1.5 മാസം കൊണ്ട് കിട്ടിയ റവന്യൂവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നിങ്ങളെ പോലെ തന്നെ എനിക്കും തെറ്റിയത്. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരിക്കലും മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടറിയിലായിരിക്കരുത്. ഇനി നമുക്കൊരു വീഡിയോയിൽ കിട്ടിയ വ്യൂസും അതിന് കിട്ടിയ റവന്യൂവും എത്രയാണെന്ന് നോക്കാം. ഈ വീഡിയോ നോക്ക്. ഈ വീഡിയോയ്ക്ക് നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 25K ആണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നേ. അപ്പം ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് കണ്ടോ, ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് ആണിത്. 25K വ്യൂസ് ഉള്ള ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് $27 ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കാണിക്കാം. 58K വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ. ഇതിൽ 58K വ്യൂസ് ഉണ്ടെങ്കിലും ഇതിലെ എൻഗേജ്മെന്റ് വ്യൂസ് എന്ന് പറയുന്നത് 20K ആണ്. ഈ 20K വ്യൂസ് ഉള്ള ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് വെറും $0.23 ആണ്. $0.23. എൻഗേജ്ഡ് വ്യൂസ് 20K വ്യൂസ് കിട്ടിയിട്ടുള്ള ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് $0.23 ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഷോർട്ട് വീഡിയോയ്ക്ക് $1 കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര എൻഗേജ്ഡ് വ്യൂസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഫ്ലോപ്പ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആവാൻ പറ്റും. ഇതിലിപ്പോ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടും
നമ്മുടെ എയിം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നതായിരിക്കും. ഈ മോണിറ്റൈസേഷൻ ആയിരിക്കരുത് നമ്മൾ ഒരിക്കലും എയിം ചെയ്യേണ്ടത്. നമ്മൾ യൂട്യൂബിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കടന്നിട്ട് നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റെപ്സ് മുകളിലോട്ട് പോകാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടേ ഉള്ളൂ. ഇതിലിപ്പം എനിക്ക് സംഭവിച്ചിട്ടുള്ളതും ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, മോണിറ്റൈസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയല്ലോ, ഇനി നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, എപ്പോൾ വേണേലും നമുക്ക് വീഡിയോസ് ചെയ്യാലോ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറും. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആവശ്യമായിരിക്കും. എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങളാൽ എനിക്ക് വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും സമയം കണ്ടെത്തി നമ്മൾ വീഡിയോസ് ചെയ്താനേ. പക്ഷെ മോണിറ്റൈസ് ആയല്ലോ, ഇനി നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് വന്നപ്പോഴത്തേക്ക് കൺസിസ്റ്റൻസിയിൽ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങി. നമ്മൾ മോണിറ്റൈസേഷൻ ആവുക എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്റെ വീഡിയോ മറ്റുള്ളവർ എന്തിനു കാണണം, എന്റെ വീഡിയോയിൽ നിന്നും അവർക്ക് എന്ത് കിട്ടും, എന്ത് വാല്യൂ ആണ് എന്റെ വീഡിയോസിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടാൻ പോകുന്നത്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസ് അവരെ കൊണ്ട് ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വീഡിയോസ് ആണോ നമ്മുടെ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണം. ഈ മോണിറ്റൈസ് ആവുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറ്റും. അതായത് നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ആവാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ, മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിന് വ്യൂസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് കാര്യമായ രീതിയിൽ റവന്യൂ കിട്ടത്തുള്ളൂ. $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരത്തുള്ളൂ. ഈ $100 എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ടൊക്കെ നേടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എഫേർട്ട് ഇടുന്നത് വെറുതെയാണ്. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മറ്റുള്ളവർക്ക് നല്ല വാല്യൂ കൊടുക്കുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസും അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ കാര്യമായ രീതിയിൽ റവന്യൂ കിട്ടി തുടങ്ങുകയും ചെയ്യും. ഇനിയിപ്പം എന്റെ ചാനലിൽ ഈ 1.5 മാസമായിട്ട് കിട്ടിയിട്ടുള്ള റവന്യൂ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇതിന്റെ ഇടയിൽ ഞാൻ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ചാനലിൽ ചെറുതായിട്ട് ഡൗൺ ആയായിരുന്നു. അപ്പം ഇനി ഞാനും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്റെ ചാനലിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഈ 1.5 മാസമായിട്ട് കിട്ടിയിട്ടുള്ള റവന്യൂ എന്താണെന്നുള്ളത് ഞാൻ പറയാമേ. ഈ 1.5 മാസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ ഇതാണേ. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഞാനും കൈയും കെട്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എന്റെ ചാനലിൽ ഞാനും കാര്യമായ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടാവത്തുള്ളൂ എന്ന്. അപ്പം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.